ചെമ്പനിപ്പൂ സീരിയലിൻ്റെ വരാനിരിക്കുന്നൊരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സച്ചി ശ്രീകാന്തിനെ കണ്ട് അവസാനമായിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് സച്ചി പറയുന്നത് വീടിൻ്റെ പരിസരത്ത് നിന്നെ കണ്ടാൽ കൊന്നുകളയും എന്നൊക്കെയാണ്. ആ എപ്പിസോഡ് വിശേഷങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് എപ്പിസോഡ് കണ്ടേക്കണേ. ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാട്ടോ. സച്ചിയും സച്ചിൻ്റെ ഫ്രണ്ടും കൂടി മദ്യപിക്കാൻ വേണ്ടിയിട്ട് ബാറിൽ പോയിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ട് പറയുന്നുണ്ട്, കുറച്ച് നാൾ മുമ്പ് ഇതെല്ലാം നിർത്തിയതാണ്, പിന്നെ എന്തിനാ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നത്? ഇതെല്ലാം വിട്ട് കളയേണ്ടതല്ലേ? എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യാനാ നീ പറയുന്നത്? ഈ അവസ്ഥയിൽ ഞാൻ കുടിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ ശ്രീകാന്തിനെ പോയിട്ട് കൊന്നുകളയും, അതല്ലെങ്കിൽ ഇതിനൊക്കെ കാരണക്കാരിയായ രേവതിയെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു പറയാണേ. എടാ, അവള് പാവമാണ്. സ്റ്റാൻഡിൽ വന്നപ്പോൾ തന്നെ ഒരുപാട് വിഷമിച്ചിട്ടാണ് അവള് സംസാരിച്ചത്. നീ എന്തിനാ ഇപ്പോൾ അവളെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ തന്നെയല്ലേ അവളെക്കുറിച്ച് പറഞ്ഞത്? അവളെക്കുറിച്ച് ഓർത്താലേ എന്ന് പറഞ്ഞിട്ട് വെള്ളം പോലും ഒഴിക്കാണ്ട് ഡ്രൈ ആയിട്ട് അടിക്കാണ് കേട്ടോ. എടാ, വെള്ളം ഒഴിച്ചിട്ട് അടിക്കേ, ഞാൻ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണേ. അങ്ങനെ സച്ചി ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ വെള്ളം അടിക്കുകയാണല്ലോ. അതേസമയം ഒരു ഗ്ലാസ്സിൽ മദ്യമൊക്കെ ആയിട്ട് ഒരാൾ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഇരുന്നോട്ടെ സാർ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത് പൊതു ഇടാണ്, ആർക്ക് വേണമെങ്കിലും ഇരിക്കാന്ന് പറയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഗ്ലാസ്സിലുള്ള മദ്യം കുടിക്കാൻ വേണ്ടി പോവാണേ. അങ്ങനെ കുടിക്കാൻ വന്നിരിക്കുന്ന ആളെ ബായ് ബായ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പറ ബായ് എന്നുള്ള കാര്യം തിരിച്ച് അദ്ദേഹം പറയുമ്പോൾ അച്ഛനില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ജീവിക്കണമെന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇല്ല ബായ് എന്ന് പറയാണ് തിരിച്ച്. അദ്ദേഹം എന്തോരം മര്യാദയുള്ള ആളാണെന്നറിയോ, എനിക്ക് ദൈവത്തെ പോലെയാണെന്ന് പറയുമ്പോൾ ആരെന്ന് ചോദിക്കുകയാണെ, എൻ്റെ അച്ഛൻ തന്നെ. അത് കഴിഞ്ഞിട്ട് അയാൾ ഗ്ലാസ് എടുത്തിട്ട് വായിലേക്ക് ഇങ്ങനെ കുടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും കൈ തടഞ്ഞു നിർത്തിയിട്ട്, അത്രയും വലിയ ആളാണ് എൻ്റെ അച്ഛൻ, 24 ക്യാരറ്റ് ഗോൾഡ് മാതിരി, ആർക്കും ഇന്നേ വരെ ഒരു ചീത്തയും ചെയ്തിട്ടില്ല. ശരി ഭായി, എന്നെ കുടിക്കാൻ വിടുക എന്ന് പറഞ്ഞിട്ട് അയാൾ വീണ്ടും കുടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും സച്ചി തടഞ്ഞു നിർത്താണ്. അങ്ങനെ ഇരിക്കുന്ന എൻ്റെ അച്ഛന് അപമാനം വാങ്ങിച്ചു കൊടുത്തു. അവരെന്തു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആര് മേടിച്ചു കൊടുത്തു എന്നുള്ള കാര്യം ചോദിക്കാനിട്ട് അദ്ദേഹം, എൻ്റെ അനിയൻ, ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേ, എന്നെ വിട്ടേക്കുന്നതാണ് കേട്ടോ ആ കുടിക്കാൻ വന്നിരിക്കുന്ന ആള് പറയുന്നത്. അവനെ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ടേബിളിനിട്ട് ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. അങ്ങനെ അയാൾ കുടിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്ന മദ്യം ആകെ മൊത്തം തട്ടിപ്പോവാണ് കേട്ടോ. എന്നിട്ട് കുടിച്ചിട്ട് ബോധമൊന്നുമില്ല, അങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ അച്ഛൻ നാണം കെട്ടുപോയി, എനിക്കത് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരച്ചിലാണേ. അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങൾ കുടിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ അടുത്തിരുന്നിട്ട് എങ്ങനെയാ കുടിക്കാൻ വേണ്ടി പറ്റുക? എന്നിട്ട് ആ കാലി ഗ്ലാസും കൊണ്ടിട്ട് അയാൾ അവിടെ നിന്ന് എണീറ്റ് പോവാണ്. അയാൾ എണീറ്റ് പോയതിന്റെ പുറകെ തന്നെ വേറൊരാൾ വന്നിട്ട് സച്ചിക്കരികിലേക്ക് ഇരിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അയാൾ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ, അയ്യോ അവൻ്റെ അടുത്ത് പോയി ഇരിക്കണ്ട, അവൻ അച്ഛൻ പുരാണം പറയും, എന്നെ തന്നെ പറഞ്ഞ് കൊന്നിരിക്കുകയാണ് ഇപ്പോൾ. അത് കേട്ടിട്ട് അയാൾ അവിടെ നിന്ന് എണീറ്റ് പോവാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചിന്റെ കൂടെയുള്ള ആൾ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. സച്ചി, ദാ വെള്ളം, ഇനി വെള്ളം ഒഴിച്ചടിക്കുമെന്ന് പറയുമ്പോൾ നീ ഒഴിക്കുമെന്ന് പറയണേ. അങ്ങനെ ഇവരിയ്ക്കുന്നതിന്റെ തൊട്ടപ്പുറത്തെ ടേബിളിലുള്ള ആള് ചോദിക്കുന്നുണ്ട്, കുറച്ച് അടിക്ക്, എന്താ ഇങ്ങനെ ഡ്രൈ ആയിട്ട് അടിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ സങ്കടത്തിലാണുള്ളത്, ലൈഫിൽ ഒരിക്കലും ആരും കല്യാണം കഴിക്കരുത്, ഇന്നത്തേക്ക് 14 ദിവസമായി എൻ്റെ ഭാര്യ മരിച്ചിട്ട്, എന്താ നിങ്ങൾ പറയുന്നതെന്ന് കൂടെ ഇരിക്കുന്ന ആള് ചോദിക്കുമ്പോൾ ചുമ്മാ ഒരു 4 ചീത്ത വിളിച്ചതാണ്, അവള് കയറ് ഫാനിൽ കെട്ടി തൂങ്ങി മരിച്ചു. എന്താ നിങ്ങൾ പറയുന്നത്? 4 ചീത്ത പറഞ്ഞപ്പോഴേക്കും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേടാ, ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ എങ്ങനെയാന്നുള്ള കാര്യം കണ്ടില്ലേ, അവർക്കൊന്നും തീരെ മനക്കെട്ടിയില്ല, ഒരു വാക്ക് പറയുമ്പോഴേക്കും അവരുടെ ജീവൻ തന്നെ വേണ്ടാന്ന് വെക്കും. ഇതൊക്കെ സച്ചി കേൾക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്നിട്ട്. അയ്യോ പാവെന്നൊക്കെ അടുത്തുള്ള ആള് പറയാണേ. അത് കഴിഞ്ഞിട്ട് ആ ഭാര്യ മരിച്ചിരിക്കുന്ന അയാൾ എണീറ്റ് നിന്നിട്ട് എല്ലാവർക്കും നമസ്കാരം, ആരും ഭാര്യയുടെ അടുത്ത് അടിയൊന്നും ഉണ്ടാക്കരുത്, നല്ല രീതിയിൽ സംസാരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവൾ എന്തെങ്കിലും ചെയ്യും. ഇപ്പോഴത്തെ കാലത്ത് പഠിച്ച പെൺകുട്ടികൾ വരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയണം കേട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് ആ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അതിലൊരാൾ കോമഡി അടിക്കുന്നുണ്ട് കേട്ടോ, ഭാഗ്യത്തിന് എൻ്റെ വീട്ടിൽ സീലിംഗ് ഫാൻ ഇല്ല, ടേബിൾ ഫാനേ ഉള്ളൂ, അതുകൊണ്ട് അതിൽ തൂങ്ങാൻ വേണ്ടി പറ്റില്ലല്ലോ. അത് കേട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ. പെണ്ണുങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ അവര് ടേബിൾ ഫാനിലും തൂങ്ങി മരിക്കുന്നതാണ് കേട്ടോ അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്നൊക്കെ പറയാണ്. ഒരിക്കലും മടിയൊന്നും ഉണ്ടാക്കരുത്, പിന്നെ ഇതൊക്കെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ മനസ്സിളകാണ് കേട്ടോ. സച്ചിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്നിട്ട് സച്ചിയുടെ മനസ്സിലേക്ക് കയറി വരുന്നത് അന്ന് രേവതി സ്റ്റാൻഡിൽ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ. ഞാൻ വന്നിട്ട് നിങ്ങളടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്ന ഞാൻ വിചാരിച്ചത്, പക്ഷേ നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരെ പോലെ തന്നെയാണല്ലോ എൻ്റെ അടുത്ത് പെരുമാറുന്നത്. നിങ്ങൾ തേടി വരുന്ന സമയത്ത് ഞാനുണ്ടാവില്ല, അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വില എന്താണെന്നുള്ള കാര്യം മനസ്സിലാകും, അന്നേരം നിങ്ങൾ കരയും,
അങ്ങനെ സച്ചി ആകെ ടെൻഷനിലാണ് കേട്ടോ. എന്നിട്ട് ബാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് എണീക്കുമ്പോൾ എന്താ പാതി ഇട്ടിട്ട് പോകുന്നത്, മതിയടാ അല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ടേ. അല്ല നമ്മൾ രണ്ടുപേരും എങ്ങനെ പോകും, രണ്ടുപേരും അടിച്ച് ഫിറ്റ് അല്ലേ, മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ പറയുമ്പം വേറൊരു ഫ്രണ്ടിന്റെ വീട് ഇവിടെ അടുത്തല്ലേ, അവനെ കൂട്ടിയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി കാറിൽ പോകുന്നതാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത്. ഡ്രൈവ് ചെയ്യുന്നത് മറ്റൊരാളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വർഷ ഡബിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചെത്തുകയാണ് കേട്ടോ. ഉള്ളിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ശ്രീകാന്ത് അവിടെ ഇരിക്കുന്നത്. എന്താ ലൈറ്റ് ഒന്നും ഇടാണ്ട് ഇരിക്കുന്നത്, രാവിലെ ഭയങ്കര ഡയലോഗൊക്കെ അടിച്ചതാണല്ലോ. ഞാൻ വിചാരിച്ചു ഇനി വീട്ടിലേക്ക് തിരിച്ചു പോയി കാണൂ എന്നുള്ള കാര്യം. അങ്ങനെ വർഷ ലൈറ്റൊക്കെ ഓൺ ആക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് വർഷ ചോദിക്കുന്നുണ്ട്, സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലേക്ക് പോയോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് എത്ര തവണ കോൾ ചെയ്യും, ഇന്ന് ഞാൻ ഇത്രയും ലേറ്റ് ആയിട്ട് വന്നിട്ട് പോലും ഒരു കോള് പോലും കണ്ടില്ലല്ലോ. ലവിന്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് മാരേജ് ദിവസം ആണല്ലേ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്നേഹം പോവും, അങ്ങനെയല്ലേ. ഞാൻ വിചാരിച്ചു നീ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിലേക്ക് വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച്. പക്ഷേ ജോലിയെല്ലാം പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ അതിനു വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, നീ ഡിന്നറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടാ വന്നത്. പേടിക്കണ്ട, എന്റെ സ്നേഹമൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിനക്കും കൂടി ചേർത്തിട്ടാണ് മേടിച്ചിട്ട് വന്നിരിക്കുന്നത്. ഞാൻ എത്ര നേരമായി സംസാരിക്കുന്നു, എന്നിട്ട് നീ എന്തോ ഒരു അക്ഷരം പോലും മിണ്ടാതിരിക്കുന്നത് ശ്രീകാന്ത്. ഇനിയും നിന്റെ ദേഷ്യം മാറിയില്ലേ, അല്ലെങ്കിലും ദേഷ്യപ്പെടുന്നത് ഞാനല്ലേ, എന്നിട്ട് ഞാൻ ഇത്ര ദൂരം ഇറങ്ങി വന്നില്ലേ, നീ കുറച്ച് കൂടുതലാണ്, ഇതിനു മാത്രം എന്താ നിനക്ക് ദേഷ്യം എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ശ്രീകാന്തിന്റെ മുഖം ഇങ്ങനെ തിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ശ്രീകാന്തിന്റെ മുഖത്ത് ഇങ്ങനെ മുറിവ് പറ്റിയത് കാണുന്നത്. എന്താ ശ്രീകാന്ത് പറ്റിയത്, അടി എന്തെങ്കിലും കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയണേ. നന്നായിട്ട് ചുമന്നിട്ടുണ്ടല്ലോ, കവിളൊക്കെ വീങ്ങിയിട്ടുണ്ടല്ലോ, എന്താ സംഭവിച്ച ശ്രീകാന്ത്, എന്താന്ന് വെച്ചാൽ പറയാൻ വേണ്ടിയിട്ട് വർഷ പറയുന്ന സമയത്ത് റെസ്റ്റോറൻറ്റിലെ ബാത്റൂമിലൊന്ന് വഴുതി വീണു എന്നുള്ള കാര്യമാണ് കേട്ടോ ശ്രീകാന്ത് പറയുന്നത്. നീ എന്താ കുഞ്ഞു പിള്ളേരെ പോലെ ഓരോരോ റീസൺ പറയുന്നത് ശ്രീകാന്ത്. ഞാൻ ഡബിങ് ചെയ്യുന്ന സമയത്ത് 2-3 പടത്തിൽ കണ്ടിട്ടുണ്ട് പോലീസിന്റെ അടുത്ത് അടി മേടിച്ചിട്ട് വഴുതി വീണു എന്നുള്ള കാര്യം പറയുന്നത്. അതുപോലെ നീ എന്തോ മറയ്ക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ നീയല്ലേ പറഞ്ഞത് വിശക്കുന്നുണ്ട് എന്നുള്ള കാര്യം, ഞാൻ പോയിട്ട് പ്ലേറ്റ് എടുത്തിട്ട് വരാം, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടുന്ന് പോവാണേ. ശ്രീകാന്ത് അവിടുന്ന് പോകുമ്പോഴേക്കും ശ്രീകാന്തിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ ശ്രുതി മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴേക്കും റെസ്റ്റോറൻറ്റിൽ ആ കൂടെ ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ വിളിക്കുന്നത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നീ വീട്ടിലെത്തിയില്ലേ, നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ റെസ്റ്റോറൻറ്റിൽ നിൽക്കണ്ട, പോകാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എന്തായാലും ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ ഹലോ എന്ന് ചോദിക്കുകയാണേ. ആരാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ വർഷയാണ്, ശ്രീകാന്തിന്റെ വൈഫ് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ വർഷ നീ ആയിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അതെ, എന്ത് പറ്റിയതാ ശ്രീകാന്തിന്, മുഖമൊക്കെ തടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അത് ശ്രീകാന്തിന്റെ ഏട്ടൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, സച്ചേട്ടൻ വന്നിട്ട് അടിച്ചതാണെന്ന് പറയുകയാണേ. എന്തായാലും ദേഷ്യം ഉണ്ടാവുമല്ലോ, അവനോട് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറ, ഞാൻ വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ വെക്കുകയാണ് കേട്ടോ. ഇത് കേട്ട വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്ത് പ്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണല്ലോ, ഓടി ചെന്നിട്ട് ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. എന്താ ശ്രീകാന്ത് ഇത്, നിന്റെ ഏട്ടൻ വന്നിട്ട് നിന്നെ തല്ലി എന്നുള്ള കാര്യം എന്തിനാ എന്നിൽ നിന്ന് മറച്ചു വെച്ചത്, അല്ലെങ്കിലും നിന്റെ ഏട്ടൻ എന്ത് റൈറ്റാ ഉള്ളത് നിന്നെ തല്ലാൻ വേണ്ടിയിട്ട്, അന്ന് സ്റ്റേഷനിൽ വെച്ചിട്ടോ അടിച്ചു, പിന്നെ ദേഷ്യത്തിൽ അടിച്ചതാണെന്ന് വിചാരിച്ച് ഞാൻ വിട്ടതാണ്, അവരെന്താ വലിയ റൗഡിയാണോ, നീ എന്നെ കോൾ ചെയ്യേണ്ടതല്ലേ, ഞാൻ വന്ന് ചോദിക്കുമായിരുന്നല്ലോ, അതൊക്കെ വിട്ടേക്ക് വർഷ, ഞാൻ കാരണം ഏട്ടനും ഏട്ടത്തേക്കും ഇടയിൽ പ്രശ്നമായി, അപ്പോൾ കോപം എന്തായാലും ഉണ്ടാവുമല്ലോ, ദേഷ്യം ഇരുന്ന് കഴിഞ്ഞാലും, പക്ഷേ ഇങ്ങനെ കൈവയ്ക്കുന്നതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല ശ്രീകാന്ത്, ഇനിയും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ ഏട്ടനാന്നുള്ള കാര്യമൊന്നും ഞാൻ നോക്കില്ല, നീ ഭയങ്കര വിഷമത്തിലായിരുന്നല്ലോ, എന്തായാലും നിന്റെ ഏട്ടൻ വന്ന് തല്ലിയില്ലേ, ഇനിയും നീ ആരെക്കുറിച്ച് ഓർത്തിട്ട് സങ്കടപ്പെടരുത്, നീ വാ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണേ. അങ്ങനെ വർഷ തന്നെ വിളമ്പിയിട്ട് കൊടുക്കുന്നുണ്ട്. മടിച്ചു നിൽക്കുന്ന ശ്രീകാന്തിന്റെ അടുത്ത് പിടിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പിടിപ്പിക്കുകയാണേ. ശ്രീകാന്ത് കഴിക്കാണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വർഷ തന്നെ വാരി കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം പറയുന്നുണ്ട്, ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കരുത്, നിനക്ക് എപ്പോഴും കൂട്ടിന് ഞാനുണ്ടാകും എല്ലാത്തിനും എന്നുള്ള കാര്യം പറയുകയാണേ. അങ്ങനെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ലോകത്ത് എന്തോരം ആൾക്കാരുണ്ട്, അവർക്ക് ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താ പ്രശ്നങ്ങളൊക്കെ പഠിച്ചിട്ട് നീ എന്താ കഥ എഴുതാൻ വേണ്ടി പോവാണെന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ സച്ചിയുടെ മനസ്സിൽ പെട്ടെന്ന് കയറി വരുന്നത് ബാറിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ്. 4 ചീത്ത പറഞ്ഞപ്പോഴേക്കും അവൾ കയറി ഫാനിൽ തൂങ്ങി ചത്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെ സച്ചി അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയണേ. ഈ കാലത്തെ പെണ്ണുങ്ങളൊക്കെ എന്താണെന്നുള്ള കാര്യം നോക്ക്, എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴേക്കും അവരവരുടെ ജീവൻ ഒടുക്കും. ചീ എന്നൊക്കെ പറയാണ് കേട്ടോ. ഇത് ഓർത്തിട്ട് സച്ചി എന്താണ് നിനക്ക് പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്തൊക്കെയോ മനസ്സിലൂടെ ഓടുന്നുണ്ട്. വിട് ഒന്നുമില്ല എന്ന് പറയണേ.
അങ്ങനെ വീണ്ടും സച്ചിയുടെ മനസ്സിലേക്ക് ഇയാൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓർമ്മ വരുന്ന സമയത്ത് ഹൈ ഹൈ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുകയാണേ. എന്താണ് നിങ്ങൾക്ക് അത്രയ്ക്കും തലയ്ക്ക് പിടിച്ചു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കെട്ടൊക്കെ ഇറങ്ങി എന്നുള്ള കാര്യമാണ് കേട്ടോ സച്ചി പറയുന്നത്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട് അവൾക്ക് ഫോൺ ചെയ്യുക എന്നുള്ള കാര്യം. ആർക്ക് എന്നുള്ള കാര്യം അദ്ദേഹം ചോദിക്കുകയാണ്. രേവതിക്ക് എന്നുള്ള കാര്യം പറയണേ. രേവതിക്ക് ഞാൻ എന്തിനാ ഫോൺ ചെയ്യുന്നത്? എന്താ നിന്റെ ഫോണിൽ ചാർജ് ഇല്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ സച്ചിയുടെ അടുത്ത്. വിളിക്കാൻ പറഞ്ഞ വിളിച്ചോളണം എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ ഫോൺ ചെയ്തിട്ട് എന്ത് ചോദിക്കാനാണ്, ഞാൻ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടി പറയണേ. ഞാൻ തന്നെ ഫോൺ ചെയ്തിട്ട് ഞാൻ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം എങ്ങനെയാ ഞാൻ ചോദിക്കുക? ഇത് കേൾക്കുമ്പോൾ സച്ചി ഒരു ചവിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ടേ. എടാ ഫോൺ ചെയ്തിട്ട് സച്ചി അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കടാ, നീ ഇവിടെ തന്നെ ഉണ്ടല്ലോടാ എന്ന് തിരിച്ചു ചോദിക്കുകയാണേ. എടാ അങ്ങനെ വിളിച്ചിട്ട് അവൾ എവിടെയാ ഉള്ളത് എങ്ങനെയാ ഉള്ളത് എന്നുള്ള കാര്യം ചോദിക്കടാ. എന്തിനാടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവള് രാവിലെ സ്റ്റാൻഡിൽ വന്നിട്ട് പറഞ്ഞു അവളെ അന്വേഷിച്ച് ഞാൻ പോകുന്ന സമയത്ത് അവളുണ്ടാവില്ല എന്നും, അതുപോലെ ബാറിലാണെന്നുണ്ടെങ്കിൽ അയാൾ എന്താ ഫാനിൽ തൂങ്ങി മരിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, അത് ആകെ തലയിൽ കൂടെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ നിനക്ക് പേടിയുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഭയോ? എനിക്കോ? അതൊന്നുമില്ല, ചുമ്മാ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ. നീ ഫോൺ വിളിക്കുക എന്ന് പറയാണ് കേട്ടോ. അതേസമയം നമ്മുടെ രേവതി ആണെങ്കിൽ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മതി എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഭയങ്കര ദേഷ്യത്തിൽ എടുത്തുകൊണ്ട് പോവാണേ. അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ വീട്ടിൽ പോയിട്ട് സമാധാനപ്പെടുത്താൻ വേണ്ടി പറയുന്ന സമയത്ത് നീ പോയിട്ട് അമ്പലത്തിലിരിക്കുകയാണോ ചെയ്യേണ്ടത്? നിന്നെ അവിടെ ഇരുത്തി പോരാൻ വേണ്ടി പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഒരു വഴിയില്ലാത്തതുകൊണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എന്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ചിരിയാണ് വരുന്നതെന്ന് പറയാനിട്ടോ രേവതി. എൻ്റെ അമ്മായിമ്മയാണെങ്കിൽ വീട്ടിൽ എന്നെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നപ്പം അമ്മയാണെന്നുണ്ടെങ്കിലും എന്നെ അതേ രീതിയിൽ എന്തിനാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നതെന്നുള്ള രീതിയിൽ വരട്ടിക്കൊണ്ടിരിക്കുന്നു. സച്ചിയേട്ടനെ കാണാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ മുഖം തന്നെ കാണരുത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. എല്ലാം എൻ്റെ തലയെഴുത്താണ്. അമ്മയ്ക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ പറ, ഞാൻ ഇപ്പം തന്നെ അമ്പലത്തിൽ പോയിട്ട് അവിടെ കിടന്നുറങ്ങിക്കോളാം. ഞാൻ അങ്ങനെയാണോ മോളെ പറഞ്ഞത്? നീ ഒരു കാര്യം ചെയ്യും, രാവിലെ സച്ചിയെ പോയിട്ട് ഒന്നും കൂടി കണ്ട് സംസാരിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ പിന്നെ എനിക്ക് അതല്ലേ പണി, ഞാൻ ദിവസവും അവരെ പോയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ഇന്ന് ഞാൻ നല്ലോണം കൊടുത്തിട്ടാണ് വന്നത്. എന്തായാലും അവർ തന്നെ എന്നെ തേടി വരട്ടെ, എന്നാലേ ഞാൻ പോവുള്ളൂ. അപ്പോൾ അതുവരെ നീ ഇവിടെ തന്നെയാണോ ഇരിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇപ്പോൾ അമ്മ എന്താ പ്രശ്നം? അമ്മയ്ക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലേ? ശരി, ഞാൻ എവിടെയെങ്കിലും പോയി തൊലഞ്ഞോളാം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന രേവതിയെ തടഞ്ഞു നിർത്താനുണ്ടോ ലക്ഷ്മി. ഇവിടെ ഇരിക്കും, നിന്റെ ദേഷ്യത്തിന് മാത്രം ഒരു കുറവുമില്ല, ഞാനൊന്നും പറഞ്ഞില്ല പോരെ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഉള്ളിലേക്ക് കയറി പോവാണേ. അത് കഴിഞ്ഞ് രേവതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. ദേവു ആ ഫോൺ എടുക്കുമെന്ന് പറയാണ്. അങ്ങനെ ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സച്ചിയുടെ ഫ്രണ്ടാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാവാണേ. അവരിപ്പോൾ എന്തിനാ എനിക്ക് വിളിക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ദേവു പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചു സച്ചിയേട്ടനാണ് ചേച്ചിയെ വിളിക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ ശരി, നീ എന്തായാലും മിണ്ടാതിരിക്കും, ഒന്നും മിണ്ടരുത് എന്നുള്ള കാര്യം പറയണേ. ശരി ചേച്ചി എന്ന് പറയണം. അങ്ങനെ രേവതി കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഒന്നും സംസാരിക്കാണ്ടിരിക്കുകയാണ്. ഹലോ സിസ്റ്റർ, ഞാൻ സച്ചിയുടെ ഫ്രണ്ടാണ് സംസാരിക്കുന്നത്. ഹലോ ഹലോ, സച്ചി അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണേ. ഹലോ സിസ്റ്റർ, അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. പക്ഷെ രേവതി ഒന്നും മിണ്ടാതിരിക്കുകയാണല്ലോ. സച്ചി ആരും ഒന്നും മിണ്ടുന്നില്ല എന്ന് പറയണേ. അത് രേവതി അവിടെ കേൾക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് രേവതി ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ നല്ല അടിപൊളി എപ്പിസോഡുകളാണ്. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ.